സ്വാമിയെ ശരണമയ്യപ്പ. എല്ലാവർക്കും ദൈവാനുഗ്രഹത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ലോകത്ത് മനുഷ്യൻ്റെ കണ്ണുകൾക്ക് മാത്രം കാണാൻ കഴിയാത്ത ഒരു ദിവ്യപ്രകാശമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇരുട്ടിൻ്റെ നടുവിൽ ഒരു നിമിഷം കൊണ്ട് ഹൃദയം നിറഞ്ഞ് കണ്ണു നിറയുന്ന അങ്ങനെയൊരു ദൈവിക അനുഭവം, അതിൻ്റെ പേരാണ് മകരവിളക്ക്. ശബരിമല മലനിരകളിൽ മകരസംക്രമ സന്ധ്യയിൽ തെളിയുന്ന ആ ദിവ്യപ്രകാശം അയ്യപ്പസ്വാമി ഞാൻ ഇവിടെയുണ്ടെന്ന് നിങ്ങൾക്ക് തരുന്ന ഒരു സന്ദേശമാണ്. മകരവിളക്ക് ദീപമോ ദൈവസാന്നിധ്യമോ? മകരവിളക്ക് വെറും ഒരു വിളക്കാണോ? അല്ല. ലക്ഷക്കണക്കിന് ഭക്തർ ഒരു നിമിഷം ശ്വാസമടക്കി കാത്തു നിൽക്കുന്ന ദൈവദർശന നിമിഷമാണ്. ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയാത്ത, വിശ്വാസത്തിന് മാത്രം അനുഭവിക്കാൻ കഴിയുന്ന, നിങ്ങളുടെ ആത്മാവിനെ ഉണർത്തുന്ന ഒരു ദിവ്യപ്രകാശം. മകരവിളക്ക് തെളിയുന്ന നിമിഷം ശബരിമലയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ പല കോണുകളിലും ഹൃദയങ്ങൾ ഒരേ താളത്തിൽ മിടിക്കുന്നു. അയ്യപ്പസ്വാമി, ധർമ്മത്തിൻ്റെ ദൈവരൂപം. അയ്യപ്പസ്വാമി വെറുമൊരു ദൈവമല്ല, ധർമ്മത്തിൻ്റെ പ്രതീകമാണ്, സഹനത്തിൻ്റെ പാഠമാണ്, അഹങ്കാരത്തെ തകർക്കുന്ന ശക്തിയാണ്, എല്ലാ ജാതിമതഭേദങ്ങൾക്കുമപ്പുറം നിൽക്കുന്ന ഒരു ദൈവചൈതന്യം. 18 പടികൾ നമ്മുടെ ജീവിതത്തിലെ 18 ഗുണദോഷങ്ങളാണ്. അവയെല്ലാം വിട്ട് ശുദ്ധമായ മനസ്സോടെ സ്വാമിയെ സമീപിക്കുന്നവനാണ് യഥാർത്ഥ അയ്യപ്പ ഭക്തൻ. മകരസംക്രമം, ഊർജം ഭൂമിയിലേക്ക് ഒഴുകുന്ന സമയം. മകരസംക്രമം സൂര്യൻ ഉത്തരായനത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. പ്രകൃതിയുടെ ഊർജം ഉയരുന്ന കാലം, ദൈവിക ശക്തികൾ സജീവമാകുന്ന ഘട്ടം, പ്രാർത്ഥനകൾ വേഗത്തിൽ ഫലം കാണുന്ന സമയം. ഇതിനാലാണ് മകരവിളക്ക് ദിവസം ചെയ്യുന്ന പ്രാർത്ഥനകൾ വളരെ ശക്തമാകുന്നത്. മകരവിളക്ക് ദിവസം ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ. ഈ ദിവസം അയ്യപ്പസ്വാമി ഭക്തർക്കായി തുറക്കുന്ന അനുഗ്രഹവാതിലുകൾ ഇവയാണ്. തൊഴിൽ തടസ്സങ്ങൾ മാറ്റാൻ, കടബാധ്യതകൾ കുറയാൻ, കുടുംബകലഹങ്ങൾ ശമിക്കാൻ, വിവാഹ തടസ്സങ്ങൾ നീങ്ങാൻ, സന്താന സൗഭാഗ്യം ലഭിക്കാൻ, മാനസിക വിഷാദം മാറാൻ, ജീവിതത്തിൽ പുതിയ തുടക്കം ലഭിക്കാൻ. മനസ്സോടെ വിളിച്ചാൽ സ്വാമി ഒരിക്കലും അവഗണിക്കില്ല. മകരവിളക്ക് അയ്യപ്പസ്വാമിയുടെ ജന്മദിവസമോ? ഇതൊരിക്കലും നേരിട്ട് ജന്മദിനം എന്ന് ശാസ്ത്രീയമായി പറയാനാവില്ല. പക്ഷേ മകരവിളക്ക് ദിവസം അയ്യപ്പസ്വാമിയുടെ ദൈവിക ശക്തി ഭൂമിയിലേക്ക് ഏറ്റവും കൂടുതൽ ശക്തമായി പ്രവഹിക്കുന്ന സമയമാണ് എന്നാണ് വിശ്വാസം. അതിനാലാണ് ഭക്തർ ഇതിനെ അയ്യപ്പസ്വാമിയുടെ ദിവ്യ അവതാര ദിനം എന്നും ദൈവസാന്നിധ്യം ഭൂമിയിൽ പൂർണ്ണമായി അനുഭവപ്പെടുന്ന ദിവസമെന്നും പറയുന്നത്. മകരസംക്രമം എന്നാൽ പുതിയ ഊർജത്തിൻ്റെ തുടക്കം. മകരവിളക്ക് എന്നാൽ ദൈവസാന്നിധ്യത്തിൻ്റെ പ്രത്യക്ഷം. അയ്യപ്പസ്വാമി എന്നാൽ ധർമാവതാരം. അതുകൊണ്ടാണ് അയ്യപ്പൻ്റെ ജന്മദിനം പോലുള്ള ദിവസം എന്ന് ഭക്തർ വിശ്വസിക്കുന്നത്. ജന്മദിനവും മകരവിളക്കും. നിങ്ങളുടെ ജന്മദിനം മകരവിളക്ക് ദിവസത്തോടോ അതിനടുത്ത ദിവസങ്ങളിലോ വരുന്നുണ്ടോ? അത് യാദൃശികമല്ല. മുൻജന്മ പുണ്യഫലങ്ങൾ ശക്തമാകുന്ന സമയമാണിത്. അയ്യപ്പസ്വാമിയുടെ പ്രത്യേക സംരക്ഷണം ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്ന കാലഘട്ടമായി മാറും. ഇത്തരം ആളുകൾക്ക് സാധാരണയായി ശക്തമായ ആത്മബോധം, സഹനശക്തി, കഷ്ടപ്പാടിലൂടെ ഉയരാനുള്ള കഴിവ്, ദൈവിക ഇടപെടലുകൾ ജീവിതത്തിൽ പതിവായി ഉണ്ടാകുന്നത്, അവസാന നിമിഷം വരെ പിടിച്ചു നിൽക്കുന്ന ധൈര്യം, ഇതൊക്കെ അയ്യപ്പസ്വാമിയുടെ ജന്മസമയ അനുഗ്രഹചിഹ്നം എന്ന് വിശ്വസിക്കാം. മകരവിളക്ക് ദിവസം നിർബന്ധമായും ചെയ്യേണ്ടത്. ഈ ദിവസം ഒരിക്കലും വലിയ വഴിപാടുകൾ വേണ്ട. ചെറിയ കാര്യങ്ങൾ പോലും വലിയ അനുഗ്രഹമാകും. സന്ധ്യക്ക് ഒരു നിലവിളക്ക് തെളിയിക്കുക. സ്വാമിയെ ശരണമയ്യപ്പ 108 തവണ ജപിക്കുക. കറുപ്പ് അല്ലെങ്കിൽ നീല വസ്ത്രം ധരിക്കാൻ ശ്രമിക്കുക. അന്നദാനം അല്ലെങ്കിൽ വിശക്കുന്ന ഒരു മനുഷ്യന് ഭക്ഷണം നൽകുക.
ഒരാളോടെങ്കിലും നിങ്ങൾ മനസ്സോടെ ക്ഷമിക്കുക. കോപം, അസൂയ, നെഗറ്റീവ് ചിന്തകൾ എന്നിവ ഒഴിവാക്കുക. ഇതാണ് അയ്യപ്പസ്വാമിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വഴിപാട്. സ്ത്രീകളും മകരവിളക്കിൻ്റെ ആത്മീയതയും. അയ്യപ്പസ്വാമി എല്ലാ സ്ത്രീകളെയും മാതൃരൂപരായി കാണുന്ന ഒരു ദൈവമാണ്. മകരവിളക്ക് ദിവസം സ്ത്രീകൾ മനസ്സോടെ പ്രാർത്ഥിച്ചാൽ കുടുംബത്തിൽ സമാധാനം വന്നെത്തും. ദാമ്പത്യബന്ധത്തിൽ ഐക്യം പ്രകടമാകും. സന്താനങ്ങൾക്ക് സംരക്ഷണം ലഭിക്കും. മനസ്സിലെ ഭയം അകന്നുപോകും. ഇത് അനുഭവിച്ചറിയേണ്ട സത്യമാണ്. മകരവിളക്ക് നമ്മളോട് പറയുന്നത് ഇതാണ്: നിനക്ക് മുന്നിൽ ഇപ്പോൾ ഇരുട്ടുണ്ടാകാം, പക്ഷേ വിശ്വാസമുണ്ടെങ്കിൽ പ്രകാശം തീർച്ചയായും തെളിയും. ജീവിതം തളർന്ന നിമിഷങ്ങളിൽ അയ്യപ്പസ്വാമിയെ ഒരിക്കൽ മനസ്സോടെ വിളിക്കൂ. അവൻ നിന്റെ വഴി തുറക്കും. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് കമൻ്റ് ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൽ മകരവിളക്ക് പോലെ ദിവ്യപ്രകാശം തെളിയട്ടെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന പുതിയ വീഡിയോകളുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി.